ഹായ്, SL ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരാളോട് ഒരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഈ ആൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ എന്നുള്ളത്. അവർ ചിലപ്പോൾ തുറന്നു പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, അവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ പ്രണയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ പ്രണയിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് ശരിക്കും എന്നോട് പ്രണയമുണ്ടോ, എന്നോട് ഇഷ്ടമുണ്ടോ, ഇങ്ങനെ ഒരു സംശയമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും നിങ്ങളെ ഇഷ്ടമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സംശയമുള്ള ആ ഒരു ആൺകുട്ടിക്ക് നിങ്ങൾ യഥാർത്ഥമായിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സൈനുകളുണ്ട്. അതായത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പെരുമാറ്റ രീതികൾ എന്നുള്ളതാണ് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവരിൽ കാണുന്ന പെരുമാറ്റ രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളെ കാണുന്ന സമയത്ത് അവരുടെ ഐബ്രോസ് പൊക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുന്നുണ്ടായിരിക്കും, ഐബ്രോസ് പൊക്കുകയോ എന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ പൊന്തും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് തോന്നുന്നതാണ്. ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ ചുളിയാണ് ചെയ്യുക. അതായത് എന്തോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ ചുളിയാണ് ചെയ്യാറുള്ളത്. ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് അവരോട് വല്ലാത്തൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് പൊന്തുകയാണ് ചെയ്യാറുള്ളത്. ഇത് ആ ഒരു ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് പ്രണയമല്ലാത്ത ആളുകളിലും ഇത് കാണാൻ പറ്റും. അതായത് പ്രണയമല്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ടും ഈ ഐബ്രോസ് ഒക്കെ പൊന്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഐബ്രോസ് പൊന്തുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. മുഴുവനായിട്ടും സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഐബ്രോസ് പൊന്ത് ഞാൻ പറഞ്ഞല്ലോ, പ്രണയിക്കുന്ന ആളുകളിൽ മാത്രമല്ല ഫ്രണ്ട്സിലും സംഭവിക്കാം. നമ്മൾ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് അവരുടെ ഐബ്രോസ് പൊന്താം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഐ കോണ്ടാക്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. ഈ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഈ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, അവരുടെ മുഖത്തേക്ക് നോക്കുകയില്ല. കാരണം നമുക്ക് തീരെ ഇഷ്ടമല്ല, ഇവർ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, എങ്ങനെയൊക്കെ നിർത്തി പോയാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിലോ നമ്മൾ അവരെ നോക്കിക്കൊണ്ടേയിരിക്കും, അവരുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അവരെന്താ പറയണമെന്നുള്ളത്. കണ്ണിലേക്ക് തന്നെ നോക്കുക കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവർ സംസാരിച്ച് കഴിയുന്നവരെ കണ്ണിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന അത്രയും സമയം നമ്മുടെ കണ്ണിലേക്ക് നോക്കുക എന്നൊരു അർത്ഥമല്ല ഉള്ളത്. കൂടുതൽ സമയം നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നുള്ളതാണ്. ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടാവും, പക്ഷെ കൂടുതൽ സമയം നമ്മുടെ കണ്ണിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അവർ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ കൂടുതലും ചിരിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ചിരിക്കാന്ന് പറയുമ്പോൾ അട്ടഹസിക്കുക എന്നുള്ളൊരു മീനിങ് അല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമുക്ക് ഒരാളുടെ മുഖം കണ്ടാൽ അറിയാം അവർ എത്രത്തോളം സന്തോഷവാനാണ് എന്നുള്ളത്. ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവും. ദേഷ്യത്തോടെ ആവില്ല അവരിയ്ക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും, വളരെ കൂളായിട്ടുണ്ടാവും. ഇങ്ങനെ എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ പുഞ്ചിരിയോടെ ഇരിക്കുന്ന എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് കാണാൻ പറ്റും. എപ്പോഴും ഒരു ചെറിയൊരു സ്മൈൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവരുടെ ഒരു മുഖത്ത് ഈ പറയുന്ന പോലെ ഒരു പുഞ്ചിരി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അർത്ഥം. അപ്പോൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ പ്രണയമായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളെ സാധാരണമായിട്ടുള്ള ഒരു ഇഷ്ടമായിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഇതിൽ ഓരോ പോയിന്റ്സും, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം കാണുന്നതുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കരുത് അവർക്ക് നിങ്ങളോട് പ്രണയമാണെന്നുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സും ഒക്കെ നോക്കിയിട്ട് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു പോയിന്റ്, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ പോയിന്റ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ വിലയിരുത്തരുത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് വിലയിരുത്തരുത്. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അവർ കോപ്പി ചെയ്യും എന്നുള്ളതാണ്. കോപ്പി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ അച്ചടിച്ചെടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ചില സ്വഭാവ രീതികൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചില വേർഡ്സോ കാര്യങ്ങളൊക്കെ അവർ അതേപടി കോപ്പി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ
ഇടയ്ക്കിടയ്ക്ക് ഹെയർക്ക് ഇങ്ങനെ മാറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമാണെങ്കിൽ അവരതങ്ങനെ കോപ്പി ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു വേർഡ് അവർക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ വേർഡ് അവർ കോപ്പി ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ചില സ്വഭാവങ്ങളൊക്കെ അവരും ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇവനിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാളെന്താ ഇതിങ്ങനെ ചെയ്യുന്നത്, ഇത് ഞാനാണല്ലോ ഇങ്ങനെ ചെയ്യാറുള്ളത്, ഇങ്ങനെയുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സംഭവം അവർക്ക് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ അവരറിയാതെ അവരത് കോപ്പി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതാണ്. കാരണം നിങ്ങൾ അത്രയും അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അത്രയും അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആ ഒരു കാര്യം പെട്ടെന്ന് അവർക്ക് കോപ്പി ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് കൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആംസിൽ ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങളും അവരോട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അവർ പോകുന്നുണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമ്മൾക്ക് തീരെ പരിചയമില്ലാത്ത ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ മാക്സിമം ഇങ്ങനെ മാറി നിൽക്കും. അതായത് അത് തൊടാൻ പോലും നമ്മൾ സമ്മതിക്കില്ല, നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് അകലം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് അടുത്തേക്ക് പോയിട്ട് ടച്ച് ചെയ്തിട്ട് പോകും. അപ്പം അങ്ങനെ അവർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ടച്ച് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുള്ളതാണ്. മോശമായ രീതിയിൽ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ആക്കുമല്ലോ, ഇവിടെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ അവർ ആക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതൊക്കെ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്, മോശമായിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മോശമായ രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, പക്ഷേ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ചായ്വ് എപ്പോഴും അവർക്ക് ഉണ്ടാവും എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് വിചാരിക്കാം, അതായത് ഇവിടെ അവരിയ്ക്കുകയാണ്, തൊട്ടപ്പുറത്ത് നിങ്ങൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ അങ്ങോട്ടൊരു ചായ്വ് എപ്പോഴും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ചായ്വ് ഉണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെ ചായ്വുള്ളതും നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഈ പറഞ്ഞ ഓരോ രീതിയിലുള്ള പെരുമാറ്റം അവരിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണെന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിലുള്ള ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ വിലയിരുത്തരുത്. എല്ലാ കാര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് ആ ആൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും, ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞിട്ട് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. ചിലപ്പോൾ അധികം വൈകാതെ അവർ പറയാനായിട്ട് വരുമായിരിക്കാം എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ പ്രണയത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെരുമാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോടുള്ളത് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള പ്രണയം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.